ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 2 ക്യാരറ്റ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക, കുറഞ്ഞ വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് നല്ല പോലെ ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ച് നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലപ്പത്തിൻ്റെ മാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാലപ്പത്തിൻ്റെ മാവ് റെഡിയാക്കുന്ന വീഡിയോ ഒക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ പച്ചരി, അതുപോലെ ചോറ്, തേങ്ങാവെള്ളം, തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പാലപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് ഈസ്റ്റോ ഉഴുന്നോ ഒന്നും ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തലേന്ന് രാത്രി അരച്ച് വെക്കും. രാവിലേക്കുള്ള മാവാണെന്നുണ്ടെങ്കിൽ, രാത്രിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ അരച്ച് വെച്ചാൽ മതി. അപ്പോൾ പാലപ്പത്തിൻ്റെ മാവിലേക്ക് നമ്മൾ ക്യാരറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാവിൽ നേരത്തെ ഉപ്പിട്ടത് കാരണമാണ് ഉപ്പിട്ട് കാണിക്കാത്തത്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് പാലപ്പത്തിൻ്റെ ചട്ടിയിലോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിലോ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാനിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. പ്രത്യേകിച്ച് ഓയിലോ ഒന്നും തേക്കാണ്ട് തന്നെ, നോൺ സ്റ്റിക്ക് ആയത് കാരണം ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ കുറച്ച് മാവ് കോരി ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് മക്കൾക്ക് നിങ്ങൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാമെന്ന് പറയാനുള്ള കാരണം, ക്യാരറ്റൊക്കെ കഴിക്കാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ക്യാരറ്റൊക്കെ കഴിച്ചോളും. അപ്പോൾ ഓരോ അപ്പം ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ പാലപ്പത്തിൻ്റെ ചട്ടിയിൽ ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുത്താലും മതി. അപ്പോൾ അത് നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ബാക്കി എല്ലാ മാവും നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. അത് ഏത് സൈഡ് ഡിഷിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സൈഡ് ഡിഷിൻ്റെ കൂടെ അവർക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.